പ്രിയ കുട്ടികളെ, എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കോവിഡ്-19 സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് എല്ലാവരും വീടുകളിൽ സുരക്ഷിതരായി ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും എടുത്ത് റെഡിയായി ഇരിക്കുക. ആർ യു റെഡി? ഓക്കെ, വെരി ഗുഡ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയുകയാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. ഇമ്പോർട്ടൻസ് ഓഫ് പ്രിസർവിംഗ് ഹിസ്റ്റോറിക്കൽ റിമൈൻസ്. നമ്മുടെ ചരിത്ര അവശേഷിപ്പുകളൊക്കെ, ചരിത്ര സ്മാരകങ്ങളൊക്കെ നമ്മൾ സംരക്ഷിക്കണം. ദി ഹാരപ്പൻ സിവിലൈസേഷൻ നമ്മുടെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു സംസ്കാരമായിരുന്നു സിന്ധു നദീതട സംസ്കാരം, അല്ലെങ്കിൽ ഹരപ്പൻ സിവിലൈസേഷൻ. ഫാമിലി ഈസ് ദ ബേസിസ് യൂണിറ്റ് ഓഫ് സൊസൈറ്റി. കുടുംബത്തെക്കുറിച്ചും അത് സമൂഹത്തിന്റെ അടിസ്ഥാനമായ ഒരു കാര്യമാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? യൂണിവേഴ്സ്, സോളാർ സിസ്റ്റം, നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ചും സൗരയൂഥത്തെക്കുറിച്ചും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? കോണ്ടിനെന്റ്സ് ആൻഡ് ഓഷ്യൻസ്, ഭൂഖണ്ഡങ്ങൾ, സമുദ്രങ്ങൾ. എത്ര കോണ്ടിനെന്റ്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ? എത്ര സമുദ്രങ്ങൾ ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ? എത്ര കോണ്ടിനെന്റ്സ് ഉണ്ട്? 7 കോണ്ടിനെന്റ്സ്. അവയുടെ പേരൊക്കെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എത്ര സമുദ്രങ്ങളുണ്ട്? എത്ര ഓഷ്യൻസ് ഉണ്ട്? ശരിയാണ്, 5 ഓഷ്യൻസ് ആണുള്ളത്. അവയുടെ പേരുകൾ നിങ്ങൾക്ക് അറിയാമല്ലോ. ബുദ്ധിസം, ജൈനിസം, ബുദ്ധ, വർദ്ധമാന മഹാവീര, ഇവരെ കുറിച്ചൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചതായി ഓർക്കുന്നുണ്ടോ? ഒന്ന് ഓർത്ത് നോക്കിയേ, നന്നായിട്ടൊന്ന് ഓർത്ത് നോക്കിയേ. തീർച്ചയായും കഴിഞ്ഞ വർഷം ഇന്ന ടീച്ചർ ഏത് സബ്ജക്റ്റിലാണ് പഠിപ്പിച്ചത്? ഏത് സബ്ജക്റ്റിന്റെ പുസ്തകത്തിലായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിരുന്നത്? കറക്റ്റാണ്, സോഷ്യൽ സയൻസിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പ്രാചീന ഇന്ത്യയെക്കുറിച്ചും ഏൻഷ്യന്റ് ഇന്ത്യയെക്കുറിച്ചും ബുദ്ധിസത്തെക്കുറിച്ചും ജൈനിസത്തെക്കുറിച്ചും പണ്ടത്തെ ഭരണകർത്താക്കളെ കുറിച്ചും എംപറേഴ്സിനെ കുറിച്ചും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ വർഷം നമ്മൾ സോഷ്യൽ സയൻസ് പഠിക്കുന്നത് മിഡീവൽ ഇന്ത്യയെ കുറിച്ചാണ്. എന്തിനെ കുറിച്ചാണ്? മിഡീവൽ ഇന്ത്യ, മധ്യകാല ഇന്ത്യ. എന്താണ് മധ്യകാല ഇന്ത്യ അല്ലെങ്കിൽ മിഡീവൽ ഇന്ത്യ എന്നാണ് നമുക്ക് നോക്കാം. ദ പീരീഡ് ബിറ്റ്വീൻ CE 8th century and 18th century is generally known as the medieval period in Indian history. ഒരു ഞാൻ പറയാം. The period between CE 8th century and 18th century is generally known as the medieval period in Indian history. 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെ നമ്മൾ ഇന്ത്യയുടെ മധ്യകാല ചരിത്രം എന്ന് പറയുന്നു. CE എന്ന വാക്കോട് ഉപയോഗിച്ച് കേട്ടല്ലോ. CE എന്ന് വെച്ചാൽ എന്താണ് മീനിങ്? കോമൺ ഇറ. AD എന്ന് നമ്മൾ ഉപയോഗിക്കില്ലേ? നമ്മൾ AD 2020, AD 2020 എന്ന് ഉപയോഗിക്കില്ലേ? അതിന് പകരം ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് CE, കോമൺ ഇറ എന്ന് പറയുന്നത്. അപ്പോൾ മിഡീവൽ പീരീഡ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് എന്താണ് മനസ്സിലായല്ലോ? ഏത് സെഞ്ചുറി മുതൽ ഏത് സെഞ്ചുറി വരെയാണ്? 8th സെഞ്ചുറി മുതൽ 18th സെഞ്ചുറി വരെയുള്ള ഇന്ത്യയുടെ കാലഘട്ടത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് മിഡീവൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ ഇന്ത്യയുടെ മധ്യകാല ചരിത്രം. ഇനി നമുക്കൊരു ചിത്രം കണ്ടു നോക്കാം. See this picture. ഒരു റിവറിന്റെ പിക്ചറാണ്. ദിസ് ഈസ് റിവർ യമുന. കേട്ടിട്ടുണ്ടോ? ദിസ് ഈസ് റിവർ യമുന. ഇനി നമുക്ക് റിവർ യമുന കുറെ കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. റിവർ യമുന വാണ്ട് ടു ടെൽ some things to you. Okay, all of you listen. Friends, I am the river Yamuna. You might have heard of me. I am one of the tributaries of the Ganga, the longest river in India. I originate from the Yamunotri in Uttarakhand.
Delhi is one of the important cities on my way. The Qutub Minar, the Iron Pillar of Mehrauli, the Juma Masjid, the Red Fort, the India Gate, many such majestic historical monuments can be found here. Delhi has witnessed the rise and fall of several dynasties. യമുന റിവർ പറയുകയാണ്, ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട നദിയാണ് യമുന നദി. യമുന നദി എന്ന് പറയുന്നത് ഗംഗാ നദിയുടെ പോഷക നദിയാണ്. ഗംഗാ നദിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി. യമുന നദി എവിടുന്നാണ് ഉത്ഭവിക്കുന്നത്? ഉത്തരാഖണ്ഡിലെ യമുനോത്രിയിൽ നിന്നാണ്. അതുപോലെ യമുന നദിയുടെ തീരത്തുള്ള ഒരു പ്രധാനപ്പെട്ട പട്ടണമാണ് ഡൽഹി. ഈ ഡൽഹിയിൽ നമ്മൾ ചെന്നാൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരുപാട് ചരിത്ര സ്മാരകങ്ങൾ, ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ് കാണാനായിട്ട് പറ്റും. ഏതൊക്കെയാണത്? കുത്തബ് മിനാർ, അയൺ പില്ലർ, ജുമാ മസ്ജിദ്, റെഡ് ഫോർട്ട്, അതുപോലെ ഒട്ടനവധി സാമ്രാജ്യങ്ങളുടെ ഉത്ഭവത്തിനും അവയുടെ എല്ലാം പതനത്തിനും കാരണമായ ഒരു സ്ഥലമാണ് ഡൽഹി. ഓക്കെ, മനസ്സിലായോ? യമുന നദി നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? Can I ask some questions? ഇത്രയും നേരം നമ്മൾ യമുന നദി എന്ന് കേട്ടതിൽ നിന്ന് വെച്ചുകൊണ്ട് ഞാൻ കുറെ ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ്. എല്ലാവരും പേനയും പേപ്പറും എടുത്തിട്ട് എഴുതാൻ ശ്രമിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, which is the longest river in India? Which is the longest river in India? ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? എഴുതിക്കോളൂ. Second question is, Yamuna is the tributary of which river? Yamuna is the tributary of which river? ഏത് നദിയുടെ പോഷക നദിയാണ് യമുന നദി? എഴുതുക. എഴുതി കഴിഞ്ഞല്ലോ. Third question, from where does Yamuna originates? From where does Yamuna originates? യമുന നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ഉത്ഭവിക്കുന്നത് പറഞ്ഞാൽ അത് ഒഴുകി തുടങ്ങുന്നത് സ്ഥലത്തിന്റെ പേരുണ്ട്. ആ സ്ഥലത്തിന്റെ പേര് എന്താണ്? ഉത്തരം എഴുതിക്കോളൂ. എല്ലാവരും എഴുതി കഴിഞ്ഞല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ ഇമ്പോർട്ടന്റ് സിറ്റി ഓൺ ദ ബാങ്ക്സ് ഓഫ് റിവർ യമുന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, നെയിം ദി ഇമ്പോർട്ടന്റ് സിറ്റി ലൊക്കേറ്റഡ് ഓൺ ദി ബാങ്ക്സ് ഓഫ് റിവർ യമുന. യമുന നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പട്ടണത്തിന്റെ പേരാണ്. ഈസി ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും എഴുതി കഴിഞ്ഞല്ലോ? എഴുതിയില്ലേ? എളുപ്പമല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഇനി ഞാൻ കുറെ ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ് കാണിക്കാൻ പോവുകയാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഐഡന്റിഫൈ ദീസ് ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ് ആൻഡ് റൈറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. ഞാൻ കാണിക്കാൻ പോകുന്ന ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ് നിങ്ങൾ ശ്രദ്ധയോടെ നോക്കുക. അത് ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് അതിന്റെ പേര് നിങ്ങളുടെ നോട്ട്ബുക്കിൽ കുറിച്ചു വെക്കുക. ഓക്കെ, എല്ലാവരും മോണുമെന്റ്സ് കണ്ടല്ലോ. മോണുമെന്റ്സിന്റെ പേര് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ഈ മോണുമെന്റ്സ് എല്ലാം എവിടെ കാണുന്ന മോണുമെന്റ്സ് ആണ്? ഈ മോണുമെന്റ്സ് എല്ലാം ഏത് സിറ്റിയിലാണ്? ഏത് സിറ്റിയിലേക്ക് നമ്മൾ പോയാലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? These monuments all are located in Delhi. What is the importance of Delhi? Delhi എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താണ്? ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് അവർ കൺട്രി. നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാനമാണ് ഡൽഹി. ഡൽഹി എങ്ങനെയാണ് ഇന്നത്തെ ഈ സ്ഥിതിയിൽ എത്തിയത്? അതിന്റെ ചരിത്രം എന്താണ്? ഡൽഹിയുടെ ഹിസ്റ്ററി എന്താണ്? മിഡീവൽ പീരീഡില് ഡൽഹിയുടെ ഇമ്പോർട്ടൻസ് ഇൻക്രീസ് ചെയ്തു. ഇമ്പോർട്ടൻസ് ഓഫ് ഡൽഹി ഇൻക്രീസ് ഡ്യൂറിംഗ് ദ മിഡീവിയൽ പീരീഡ്. മിഡീവിയൽ പീരീഡ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു? 8th സെഞ്ചുറിക്കും 18th സെഞ്ചുറിക്കും ഇടയിലുള്ള കാലഘട്ടത്തെയാണ് മിഡീവിയൽ പീരീഡ് എന്ന്. ആ സമയത്ത് പ്രാധാന്യം കൂടിയ ഒരു സിറ്റിയാണ് ഡൽഹി എന്ന് പറയുന്നത്. ഡൽഹിയെ കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ
അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഹൗ ഡിഡ് ഡൽഹി ബിക്കേം ആൻ ഇമ്പോർട്ടന്റ് സിറ്റി ഇൻ ദ മിഡീവിയൽ പീരീഡ്. മിഡീവിയൽ പീരീഡിൽ ഡൽഹി എങ്ങനെയാണ് ഒരു പ്രധാനപ്പെട്ട സിറ്റിയായി വളർന്നു വന്നതിനെ കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നത്. അതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കുക. സോഷ്യൽ സയൻസിൽ റീഡിങ്ങിന് വളരെ പ്രാധാന്യമാണുള്ളത്. ടെക്സ്റ്റ് മാത്രം വായിച്ചാൽ പോരാ, വേറെ എന്തൊക്കെ വായിക്കണം? ടെക്സ്റ്റിനോടൊപ്പം തന്നെ നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കണം. ന്യൂസ് പേപ്പറൊക്കെ അറിയാമല്ലോ, ന്യൂസ് പേപ്പറുകളുടെ പേരുകളൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ടല്ലോ. ന്യൂസ് പേപ്പർ വായിക്കണം. അതുപോലെ നിങ്ങൾക്ക് മറ്റു ഇതുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങളൊക്കെ വായിക്കണം. വായിച്ചുള്ള പ്രയോജനം എന്ന് വെച്ചാൽ ഈ സോഷ്യൽ സയൻസ് പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയിൽ ഒരുപാട് പ്രയോജനമാണുള്ളത്. നിങ്ങൾ UPSC എക്സാം എന്നോ PSC എക്സാം എന്നോ കേട്ടിട്ടുണ്ടോ? IAS കാരെന്ന് കേട്ടിട്ടുണ്ടോ? ഇവരൊക്കെ ആവാനൊക്കെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട നമ്മൾ സോഷ്യൽ സയൻസിൽ പഠിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഒരുപാട് പൊതുവായിട്ടുള്ള അറിവുകൾ ഈ സോഷ്യൽ സയൻസിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ഈ 5ാം ക്ലാസ് മുതൽ നിങ്ങൾ പഠിക്കുന്ന ഈ സോഷ്യൽ സയൻസിന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾക്ക് PSC എക്സാമിനും UPSC എക്സാമിനും ഒക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതിലൂടെ നിങ്ങൾ നല്ല ജോലിയൊക്കെ കിട്ടും. അതുകൊണ്ട് ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക, അതുപോലെ ന്യൂസ് പേപ്പർ